ഇന്ന് 2024 ജൂലൈ 22. തലമുറകൾ വായ്മൊഴിയായി കൈമാറി വന്ന ഐതിഹ്യ കഥകൾ വരമൊഴിയിലാക്കി ഐതിഹ്യമാല എന്ന പേരിൽ മലയാളിക്ക് സമ്മാനിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ 87ാം ചരമവാർഷിക ദിനം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ നമുക്കായി സമ്പാദിച്ചു തന്നത് ജോയിഷ് ജോസ് പങ്കുവച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചു നൽകുന്നത് റംലയം ഇക്ബാൽ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരു ഓർമ്മക്കുറിപ്പ്. കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ശീലത്തിന് മനുഷ്യരാശിയോളം പഴക്കമുണ്ട്. അച്ചടിയും ഇതര ആധുനിക മുദ്രണ സൗകര്യങ്ങളും സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് തലമുറ കൈമാറിയാണ് കൈകൾ നിലനിന്നു പോന്നത്. തലമുറകൾ വായ്മൊഴിയായി കൈമാറി വന്ന ഐതിഹ്യ കഥകൾ വരമൊഴിയിലാക്കി ഐതിഹ്യമാല എന്ന പേരിൽ മലയാളിക്ക് സമ്മാനിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ 87ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1855 മാർച്ച് 23 കോട്ടയത്ത് കൊട്ടാരത്തിൽ വാസുദേവനുണ്ണിയുടെ രണ്ടാമത്തെ പുത്രനായാണ് ശങ്കുണ്ണിയുടെ ജനനം. 10 വയസ്സുവരെ ആശാന്മാരുടെ വീടുകളിൽ ചെന്ന് പഠിച്ചതല്ലാതെ സ്കൂൾ വിദ്യാഭ്യാസം ശങ്കുണ്ണിക്ക് ലഭിച്ചിരുന്നില്ല. 16-ാം വയസ്സിന് ശേഷം മണർക്കാട് ശങ്കരവാര്യരിൽ നിന്നും സിദ്ധരൂപം പഠിച്ചു. പിന്നീട് വയസ്കര ആര്യൻ നാരായണം മൂസതിൽ നിന്ന് രഘുവംശം, മാഘം, നൈഷധം തുടങ്ങിയ കാവ്യങ്ങളും സഹസ്രയോഗം, ഗുണപാഠം, ചികിത്സാക്രമം, അഷ്ടാംഗഹൃദയം തുടങ്ങിയ പാരമ്പര്യ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിച്ചു. 1893 മാർ ദിവാനാസിയോസ് സെമിനാരി ഹൈസ്കൂളിലെ ആദ്യ മലയാള മുൻഷിയായി ജോലിയിൽ പ്രവേശിച്ചു. 1898 മുതൽ ഐതിഹ്യമാലയുടെ രചന തുടങ്ങി. ആദ്യം മനോരമയിലും ഭാഷാപോഷിണിയിലും ഖണ്ഡശ പ്രസിദ്ധീകരിക്കാനായിരുന്നു തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ തുടർന്നു പോന്ന ഒരു പരമ്പരയായി ഐതിഹ്യമാല മാറി. 8 ഭാഗങ്ങളായാണ് ഐതിഹ്യമാല ആദ്യം പ്രകാശിപ്പിച്ചത്. പച്ചമലയാള പ്രസ്ഥാനത്തെ പോഷിപ്പിച്ചവരിൽ പ്രമുഖനായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി. തർജ്ജമകൾ ഉൾപ്പെടെ ധാരാളം കൃതികൾ രചിച്ചു. വിക്രമോർവശീയം, മാലതി മാധവം എന്നീ സംസ്കൃത നാടകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കൊച്ചി രാജാവ് സമ്മാനിച്ച കവിതിലകം എന്ന സ്ഥാനവും സ്വർണ്ണ മെഡലും അടക്കം തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ എന്നീ രാജസദസ്സുകളിൽ നിന്നും എണ്ണമറ്റ സ്ഥാനങ്ങളും പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1937 ജൂലൈ 22 അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള ഭാഷയ്ക്ക് തന്നെ അതൊരു തീരാ നഷ്ടമായി മാറി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരു ഓർമ്മക്കുറിപ്പ് എന്ന ലേഖനം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.